ഇന്ത്യ വിഷന്റെ ഒരു പതിറ്റാണ്ട് കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രം കൂടിയാണ്. ഒരു വാർത്തയും തമസ്കരിക്കാനാകാത്ത സ്വതന്ത്ര മാധ്യമ സംസ്കാരത്തിന്റെ പിറവിയായിരുന്നു അത്. അന്നോളം കണ്ട ടെലിവിഷൻ വാർത്തയുടെ ദൃശ്യവ്യാകരണത്തിന്റെ പൊളിച്ചെഴുത്ത്. 2003 ജൂലൈ 14 കൊച്ചി ആസ്ഥാനമാക്കി ഇന്ത്യ വിഷൻ വാർത്താ സംപ്രേഷണം ആരംഭിച്ചത്. Welcome to one of the most auspicious occasions in the history of Kerala's satellite television. നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാർത്താ ചാനൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ ചടങ്ങോടെ ഇന്ത്യ വിഷന്റെ ആമുഖ സംപ്രേഷണം തുടങ്ങുകയാണ്. തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ ഇന്ത്യ വിഷൻ ചാനൽ ഉദ്ഘാടനം ചെയ്ത് യേശുദാസ് കാത്തുനിൽക്കുകയാണ്. ഏറ്റവും ജനപ്രിയനായ മലയാളിയെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാർത്താ ചാനൽ ഉദ്ഘാടനത്തിന് കിട്ടിയതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. സർ, മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ വാർത്താ ചാനലിന് അങ്ങേക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് മറക്കാതിരിക്കുക. മാറാട് കലാപത്തിന്റെയും മുത്തങ്ങ ഒഴിപ്പിക്കലിന്റെയും കനലുകൾ അണഞ്ഞു തുടങ്ങിയിരുന്നില്ല അക്കാലത്ത്. വിഹ്വലതയിൽ ജീവിക്കുന്ന മനുഷ്യജീവിതങ്ങളെ ഇന്ത്യ വിഷന്റെ ക്യാമറ കണ്ടു. കളിക്കാൻ തോന്നുന്നുണ്ട്, ഐറ്റങ്ങൾ വരുന്ന തോന്നുന്നില്ല, കാണലൊന്നുമില്ല. ഇവർ ശാഖകളിലേക്കും മദ്രസകളിലേക്കുമായി ചുരുങ്ങുകയാണ്, കൂടുതൽ അകന്നു പോവുകയാണ്. നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമിടയിൽ മാറാട്ടെ കുട്ടികളുടെ മനസ്സിൽ മുതിർന്നവരെ ഏൽപ്പിച്ച മുറിവ് വിസ്മരിക്കപ്പെടുന്നു. AK ആന്റണി സർക്കാരിന്റെ സ്വാശ്രയ നയത്തിനെതിരെ SFIയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ പോലീസുമായുള്ള തെരുവ് യുദ്ധത്തിൽ കലാശിച്ചു. സമരദൃശ്യങ്ങൾ തത്സമയം മലയാളികൾ കണ്ടു. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ തരാനായി ഞങ്ങളുടെ റിപ്പോർട്ടർ അജയ് ഘോഷ് ഇപ്പോൾ ലൈനിലുണ്ട്. അജയ് ഘോഷ്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുദ്ധസമാനമായ രംഗങ്ങളാണല്ലോ കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ തരാമോ? അല്പം മുമ്പാണ് സെക്രട്ടറി നടയിൽ പോലീസും ഇടതുപക്ഷ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. രാവിലെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ആയിരുന്നു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ വാക്കൌട്ടിന് ശേഷം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ MLA-മാർ പിന്നെ വിദ്യാർത്ഥി നേതാക്കൾ ഉപവാസം അനുഷ്ഠിക്കുന്ന സെക്രട്ടറി നടയിലെത്തി അവർക്ക് അഭിവാദ്യം അർപ്പിച്ച് പിരിഞ്ഞുപോയതിനു ശേഷം ഇന്നലത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് ചെറുതും വലുതുമായ അനേകം പ്രകടനങ്ങൾ സെക്രട്ടറി നടയിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു. അക്രമാസക്തമാവുകയാണ്. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ നിർബന്ധിത വന്ധ്യംകരണം. ഒരാളെ നിർബന്ധിച്ചില്ല. ഒരാള് ഞാൻ പറയട്ടെ, ഒരാള് പറയുന്നത് ഞാൻ നിയമങ്ങൾ ഇനിയിപ്പോ ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ അതും വിവാദമാവും. അല്ല, ചിലർക്ക് അത് താല്പര്യം ഉണ്ടാവും. എന്താ കാരണം എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. ചെയ്തു കൊടുക്കും. വയനാട്ടിലെ വന്ധ്യംകരണ പ്രവർത്തനങ്ങളിലെ അപാകതകളെക്കുറിച്ച് ഡോക്ടർമാർ തന്നെ തുറന്നു പറഞ്ഞിട്ടും ശസ്ത്രക്രിയയിലുണ്ടായ പിഴവുകൾ കാരണം അപകടാവസ്ഥയിലായ ആദിവാസികളെ മാധ്യമങ്ങൾ നേരിട്ട് അവതരിപ്പിച്ചിട്ടും ആരോഗ്യവകുപ്പിന് മാത്രം ഇപ്പോഴും ആദിവാസി വന്ധ്യകരണം സൃഷ്ടിച്ചെടുത്ത വിവാദം മാത്രമാണ്. ബംഗ്ലാദേശ് കോളനിയിലെ ഞെട്ടിക്കുന്ന മയക്കുമരുന്ന് ലോബി. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അമിതമായി മയക്കുമരുന്ന് കുത്തിവെച്ച് 6 യുവാക്കൾ മരിച്ച ബംഗ്ലാദേശ് കോളനിയിൽ പോലീസ് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും പോലീസിന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് ലോബികൾ കോളനിയിൽ പ്രവർത്തിക്കുന്നതെന്നും ആരോപിച്ചാണ് DYFI പ്രവർത്തകർ കോളനിയിലേക്ക് മാർച്ച് നടത്തിയത്. ഇങ്ങനെ ഇന്ത്യ വിഷനിലൂടെ മാത്രം ജനം അറിഞ്ഞ വാർത്തകൾ. പ്ലാച്ചിമടയിലെ കുടിവെള്ള ചൂഷണത്തിനെതിരെ നടന്ന നാട്ടുകാരുടെ പ്രതിരോധം. കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പുഴയുടെ തീരദേശത്തുയർന്ന പ്രതിഷേധം. സംസ്ഥാന സർക്കാർ കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയ ആറാട്ടുപുഴ വില്ലേജാണിത്. സർക്കാരിന്റെ ഖനന തീരുമാനത്തിനെതിരെ ശക്തമായ ജനരോഷം ഇവിടെ ഉയർന്നു കഴിഞ്ഞു. ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. ഈ കരിമണൽ ഖനനത്തിന് ആര് വന്നാലും ശരി, ഞങ്ങളുടെ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അതിന് രക്തം ചീന്തിയും പോരാടാൻ ഞങ്ങൾ തയ്യാറാണ്. ടൂറിസം പദ്ധതികളുടെ മറവിലെ കൊള്ള, വനം കയ്യേറ്റം,
ഇവയെല്ലാം വാർത്തയുടെ മുഖ്യധാരയിലേക്ക് വന്നു. ഇവിടത്തുകാർക്ക് പരിസ്ഥിതിക്കാർ വികസന വിരോധികളാണ്. പുറത്തുനിന്നുള്ള ആരെയും ഇവർ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് സകല സീമകളും ലംഘിച്ച കാലമായിരുന്നു അത്. കെ കരുണാകരൻ AK ആന്റണിയെ താഴെ ഇറക്കാനുള്ള വാശിയിൽ പകുതി MLA-മാർ പക്ഷത്ത്. ആദ്യങ്ങളൊക്കെ ആന്റണി മാറ്റിക്കൊണ്ടുള്ള പ്രശ്നം ചർച്ചയ്ക്കില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ അത് ഉൾപ്പെടെ ചർച്ച ചെയ്യാറുണ്ട്. അതിൽ നിന്നും ഒരു ഘട്ടം മുമ്പോട്ട് പോയി അത് നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് പറയാൻ പറ്റില്ല. ചെയ്യുന്ന കാര്യം പറയാൻ എന്താ വേണ്ടി എനിക്കറിയാം. ജോർജ് ഈഡന്റെ മരണത്തെ തുടർന്ന് നടന്ന എറണാകുളം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഗ്രൂപ്പ് പോരിന്റെ വിളവെടുപ്പ് വേദിയായി. കെ കരുണാകരനുമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണം. എൻ്റെ സ്നേഹിതൻ വീടിനെ വിമർശിച്ചുകൊണ്ട് ഒരു മന്ത്രിയും എറണാകുളം തെരുവിൽ നെടുങ്ങി നടക്കാൻ UDF സ്ഥാനാർത്ഥി MO ജോണിനെ 22,134 വോട്ടിന് LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോൾ മറികടന്നു. 2003 ഓഗസ്റ്റ് 30 ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അഞ്ജു ബോബി ജോർജ്. പാരീസിൽ നിന്ന് അഞ്ജു മലയാളികളോട് സംസാരിച്ചത് ഇന്ത്യ വിഷനിലൂടെ. വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒത്തിരി പേര് മെയിൽ അയക്കാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അഞ്ജു യു വിൽ ബി ദ ഫസ്റ്റ് മെഡലിസ്റ്റ് ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ്. അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു. അപ്പൊ ശരിക്കും അതൊരു യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാമൻ മത്തായിയുടെ മരണത്തെ തുടർന്ന് തിരുവല്ലയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നു AK ആന്റണി സർക്കാരിന്റെ അടുത്ത വെല്ലുവിളി. ഐ ഗ്രൂപ്പിന്റെ നിസ്സഹകരണവും LDF-ലെ വർഗീസ് ജോർജിന്റെ വെല്ലുവിളിയും മറികടന്ന് എലിസബത്ത് മാമൻ മത്തായി നേടിയ വിജയം സർക്കാരിന് ആശ്വാസമായി. നികേഷ് 5092 വോട്ടുകൾക്ക് തിരുവല്ല ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി വിജയിച്ചതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. എലിസബത്ത് മാമന്റെ ഭൂരിപക്ഷം പൂർത്തിയായി കഴിഞ്ഞു. 5092 വോട്ടുകൾക്ക് എലിസബത്ത് മാമൻ UDF സ്ഥാനാർത്ഥി വിജയിച്ചു എന്നാണ് ബഷീർ അല്പം മുമ്പ് പറഞ്ഞത്. 5 പേരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. ഈ വധശിക്ഷയ്ക്ക് വിധിച്ചവർക്ക് മറ്റു ചില ശിക്ഷാവിധികളും കോടതി ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ശിക്ഷ ഒന്നൊന്നായി അനുഭവിക്കണമെന്നാണ് കോടതിയുടെ വിധി. KT ജയകൃഷ്ണൻ വധക്കേസിൽ 5 CPIM പ്രവർത്തകരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഉത്തര മലബാറിനെ കലുഷിതമാക്കി. പത്രം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ ഇതെല്ലാം കാണിക്കാനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളുടെ സ്നേഹം കൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണ്ട ഇന്ത്യ വിഷന്റെ സാധനം അവിടെ കിടക്കുന്നത്. അത് നമ്മോട് കൂടുതലല്ല, നമുക്കെതിരായിട്ടുള്ള തന്നെയാണ്. ശക്തിയായിട്ട് നമ്മൾ എതിർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് തന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ കുഴമറിച്ചിലുകൾ, ചേരിമാറ്റങ്ങൾ, കൃത്യമായ വിശകലനങ്ങൾ തത്സമയം പ്രേക്ഷകർ കണ്ടു. 243 അംഗ വിധാനസഭയിൽ RJD സർക്കാർ വീണ്ടും ഭൂരിപക്ഷം നേടുമോ, അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ സഖ്യം സർക്കാർ രൂപീകരിക്കുമോ? ഇറാഖ് അധിനിവേശാനന്തരമുള്ള ലോകരാഷ്ട്രീയം, പശ്ചിമേഷ്യയിലെ കാലുഷ്യങ്ങൾ, സാമ്രാജ്യത്വത്തിന്റെ യുദ്ധമോഹങ്ങൾ, ഇവയെല്ലാം പൊരുൾ ചോർന്നു പോകാതെ അപഗ്രഥിച്ചു. I am appealing to the whole international world to stop this aggression against our people. ഭരണകൂട അടിച്ചമർത്തലുകളും മനുഷ്യാവകാശ ലംഘനങ്ങളും ക്യാമറ കാണാതെ പോയില്ല. ഇസ്രത് ജഹാന്റെ ഏറ്റുമുട്ടൽ കൊലയ്ക്ക് ശേഷം വിജയലക്ഷ്മി ഊഴം എന്ന കവിത ചൊല്ലുന്നത് കേൾക്കൂ. കണ്ടില്ലേ എൻ്റെ കൈകളിൽ ചേർത്ത് വെച്ചത്? അല്ല, ആ തോക്ക് തീർച്ചയായും എൻ്റേതല്ല. എനിക്ക് വെടിയുണ്ടകളെ അറിയില്ല, എൻ്റെ മേൽ തറഞ്ഞതിനെ ഒഴികെ. ആ ഡയറിക്കുറിപ്പുകളും എൻ്റേതല്ല, ഹിറ്റ് ലിസ്റ്റുകൾ വിളക്കി ചേർത്തവ. കൊല്ലപ്പെട്ടുവെങ്കിലും ഞാനൊരു വിഡ്ഢിയല്ല. എങ്കിൽ എനിക്കും കാണണം ഞങ്ങളുടെ പേര് ഹിറ്റ് ലിസ്റ്റിൽ ചേർത്ത, എഴുതപ്പെടാത്തതിനാൽ അദൃശ്യമായ ആ നാരകീയ ഡയറി. മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചത് സാധാരണക്കാരന്റെ വേഷങ്ങളിലൂടെയാണ്. ഇടക്കാലത്ത് അമാനുഷിക നായകനായി പ്രത്യക്ഷപ്പെട്ട മോഹൻലാൽ വീണ്ടും തിരിച്ചു വരികയാണ്.
ബാലേട്ടൻ എന്ന ചിത്രത്തിലൂടെ ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ. കലാസാംസ്കാരിക ലോകത്തു നിന്നുള്ള വാർത്തകൾക്ക് ഇടം കിട്ടാതെ പോയില്ല. സിനിമയുടെ ടെലിവിഷൻ റിവ്യൂ പ്രധാനപ്പെട്ടതായി മാറി. ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് ടിപ്പ് പോയപ്പോ ടപ്പ് ടപ്പ് സായിപ്പ് കണ്ണിറുക്കി കാണിച്ച് ടപ്പ് ടപ്പ് ജാനകി വെള്ളം കോര പോയപ്പോ വെളുവെളുത്തൊരു സായിപ്പ് കണ്ണിറുക്കി കാണിച്ച്. 2004 ഫെബ്രുവരി 11 KPCC പ്രസിഡന്റ് കെ മുരളീധരൻ വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റതോടെ ഗ്രൂപ്പ് പോരിന് നേരിയ ഇടവേളയായി. എന്നാൽ ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയം വീണ്ടും പൊട്ടിത്തെറിയുണ്ടാക്കി. കോൺഗ്രസ് രാഷ്ട്രീയം വഷളായി. ഒരുമിച്ച് നിന്നാൽ നല്ല വിജയമുണ്ടാകും, പരസ്പരം പാരവെച്ചാൽ കൂട്ടത്തോൽവിയായിരിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, എല്ലാവരും ചോദിച്ചാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ മുങ്ങുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് കൊള്ളാം. അത് പറയുക മാത്രമാണോ അത് പ്രവൃത്തിയുണ്ടോ എന്ന് കാണാനിരിക്കുന്നേ ഇവിടെ. 2004 മെയ് 12 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിന്റെ വോട്ടെണ്ണലും മലയാള ദൃശ്യമാധ്യമ രംഗത്തെ പുതിയ അനുഭവമായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൃത്യമായ റിപ്പോർട്ടിംഗും വിശകലനങ്ങളും. NDA സർക്കാർ ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ മുന്നണിക്ക് ഒരു അവസരം കൂടി നൽകണമെന്നാണ് ഇന്ന് പുറത്തിറക്കിയ NDAയുടെ പ്രകടന പത്രിക വോട്ടർമാരോട് ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിലെ സുലഭമായ പരാമർശങ്ങൾക്കപ്പുറം രാഷ്ട്രീയ പാർട്ടികൾക്ക് കുടിവെള്ളം ഇനിയും ഒരു അജണ്ടയായിട്ടില്ല. ഒരു വലിയ കുടുംബ സദസ്സിലാണല്ലോ ഇരിക്കുന്നത്. അതിൽ പി ഗോവിന്ദപിള്ളയെ കേരളത്തിലെ എല്ലാവരും കണ്ടാൽ തന്നെ തിരിച്ചറിയും. മറ്റുള്ളവരൊക്കെ ആരൊക്കെയാണ്? അവരെ ഇന്ത്യ വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പൊതുവായി പരിചയപ്പെടുത്താമോ? ഒന്ന് എൻ്റെ വലത്തുവശത്തിരിക്കുന്ന എൻ്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടിയമ്മ, ഗോവിന്ദപിള്ളയുടെ ഇടത്തുവശത്തിരിക്കുന്നത് ഭാര്യ രാജമ്മ, എൻ്റെ ഇടത്തുവശത്തിരിക്കുന്നത് എൻ്റെ മകൾ ശാരദ, അതിന് ഞങ്ങളുടെ പയ്യൻ ഇവിടെ ഇരിക്കുന്നത് അപ്പു, ശിവൻകുട്ടിയുടെ മകൻ. PKV ഒരുപാട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നിരവധി സന്ദർഭങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു PKV. ഇപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം PKV കാണുന്നുണ്ടോ മറ്റ് ഇതുവരെ നേരിട്ട തെരഞ്ഞെടുപ്പുകളിൽ നിന്ന്? കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വളരെ അനാരോഗ്യകരമായ ഒരുപാട് പ്രവണതകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. കുരുക്ഷേത്രം, കൂടെ, എൻ്റെ വോട്ട്, അങ്ങനെ തനിമയുള്ള പരിപാടികൾ. കുരുക്ഷേത്ര എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എന്നെപ്പറ്റിയും എൻ്റെ ആത്മീയതയെപ്പറ്റിയും വളരെ ആക്ഷേപകരമായ രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് ഇതിനെ പറ്റിയും. അതായത് ആരും നക്സലൈറ്റായിരുന്നു എന്നുള്ളത് എന്താണ് തെളിവ്? കേരളത്തിൽ കോൺഗ്രസിന് സമ്പൂർണ്ണ തോൽവി. മഞ്ചേരിയിൽ ലീഗും തോറ്റു. കോടിയേരി ബാലകൃഷ്ണൻ UDF LDF എല്ലാ മണ്ഡലങ്ങളിലും 17 മണ്ഡലങ്ങളിലും മുന്നിലാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? LDFന് അനുകൂലമായിട്ടുള്ളൊരു കാറ്റ് രാവിലെ മുതലേ തുടങ്ങിയതാണ്. പക്ഷേ അതൊരു ചുഴലിക്കാറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മതത്തിൻ്റെയും ജാതിയുടെയും പ്രദേശത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറം സമഗ്രവും സമ്പൂർണവുമായ വിജയമാണ് LDF നേടിയത്. UDFിൻ്റെ തോൽവി ദയനീയമായി. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ കോൺഗ്രസിന് സീറ്റില്ലാതായി. BJPയുടെ ഇന്ത്യ ഷൈനിങ് പ്രചരണത്തെ മറികടന്ന് കോൺഗ്രസ് സഖ്യം അധികാരത്തിലെത്തി. 33 സീറ്റുകളിൽ മത്സരിക്കുന്ന AIADMK ഒരിടത്തും അവരുടെ പൊടി പോലും കാണാത്ത വിധം അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതേസമയത്ത് അല്പസമയത്തിനുള്ളിൽ DMK സഖ്യത്തിൻ്റെ സഖ്യകക്ഷികളുടെ നേതാക്കളെല്ലാം തന്നെ ശ്രീ കരുണാനിധിയെ കാണുന്നുണ്ട്. സോണിയാഗാന്ധി ഇപ്പോൾ സഖ്യകക്ഷികളുമായിട്ടുള്ള യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. എന്നാൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ 6:30 മണിക്കാണ് CPC മീറ്റിംഗ് നടക്കുന്നത്. EK നായനാർ ഓർമ്മയായത് അതേ ആഴ്ചയിൽ. കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ
സംഭാവന ചെയ്തിട്ടുള്ള ഒരു സഖാവാണ് മേനോൻ. അദ്ദേഹത്തെ ഒരിക്കലും തൊഴിലാളി വർഗം മറക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു നേതാവിനും കിട്ടാത്ത വികാരനിർഭരമായ യാത്രയയപ്പാണ് സഖാവ് നയനാർക്ക് തലസ്ഥാന നഗരം നൽകിയത്. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ ആഭ്യന്തര കുഴപ്പം മൂർച്ഛിച്ചു. ഞങ്ങളെ നിഷ്ഠൂരമായി തല്ലിച്ചതച്ചു, ഞങ്ങളെ പൈശാചികമായി വേട്ടയാടി. ഇന്ന് വരെ ഒരു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ PP തങ്കച്ചൻ കാർമ്മികത്വം വഹിച്ച് മുരളിയുടെ അജ്ഞാനവർത്തികളായി പണം കൊടുത്തു കൊണ്ടുവന്ന ഗുണ്ടകൾ ഞങ്ങളെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു ശാരീരികമായി. രജനി എസ് ആനന്ദ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ തെരുവിനെ വീണ്ടും കലാപകലുഷിതമാക്കി. സർക്കാരിൽ സമ്മർദ്ദമേറി. തെരുവ് യുദ്ധം തത്സമയം. ഓഗസ്റ്റ് 29 സമ്മർദ്ദങ്ങൾക്കൊടുവിൽ AK ആന്റണിയുടെ രാജി. ഓഗസ്റ്റ് 31 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. പുതിയ മുഖവുമായി സർക്കാർ. രാഷ്ട്രീയം ടെലിവിഷനിൽ രൂപപ്പെടുന്നതിന്റെ തുടക്കമായിരുന്നു അന്നത്തെ ചർച്ചകൾ. പ്രമോദ് സ്ഥാനമൊഴിഞ്ഞ 2 മന്ത്രിമാരും എന്ന വിശേഷണം ഒരുപക്ഷെ ഞെട്ടലോടെ ആയിരിക്കും ഈ 2 മന്ത്രിമാരും സ്വീകരിച്ചിട്ടുണ്ടാവുക. തീർച്ചയായും മന്ത്രി ആണ് എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ടോ ശ്രീ മുഹമ്മദ് ഹസൻ? എനിക്ക് ഒരു തോന്നലുണ്ട്. ഇപ്പോൾ ഒഴിയാൻ ഒരിക്കലും സാധിക്കാത്തൊരു സ്ഥാനം നിലവിലുണ്ട്, മുൻ മന്ത്രി. അതുകൊണ്ട് ആ സ്ഥാനം ഒഴിയാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മുൻ മന്ത്രി എന്ന് വിശേഷിപ്പിച്ചാൽ ഒരു പരിഭവമില്ല. തീർച്ചയായും ശ്രീ KV തോമസ് എല്ലാ മന്ത്രിമാരെയും കോൺഗ്രസ് മന്ത്രിമാരെയും ഒഴിവാക്കുന്നു എന്നൊരു തോന്നൽ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരിലുണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഈ എല്ലാ മന്ത്രിമാരെയും ഒഴിവാക്കുന്നത്? അല്ല, പുതിയൊരു ഭരണ നേതൃത്വം വന്നല്ലോ ഉമ്മൻചാണ്ടി. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ടീമിനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു മാറ്റം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിലെ ഇര റെജീന കോഴിക്കോട്ട് നടത്തിയ വാർത്താസമ്മേളനം ഉമ്മൻചാണ്ടി സർക്കാരിന് മേൽ ഇടുത്തിയായി വന്നു പതിച്ചു. വെളിപ്പെടുത്തൽ ആദ്യം സംപ്രേഷണം ചെയ്തത് ഇന്ത്യ വിഷനായിരുന്നു. കോടതിയുടെ മുമ്പിൽ മൊഴിമാറ്റി പറഞ്ഞ റെജീന അന്വേഷണ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി ആവർത്തിച്ചതോടെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ സെക്സ് റാക്കറ്റ് കേസ് ചാരത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. റെജീനയുടെ വെളിപ്പെടുത്തലുകൾ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. റെജീനയുടെ വെളിപ്പെടുത്തലോടെ രാഷ്ട്രീയ കേരളം പ്രക്ഷുബ്ധമായി. ലീഗ് ഇന്ത്യ വിഷനെതിരെ തിരിഞ്ഞു. ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. കോഴിക്കോട് ഇന്ത്യ വിഷന്റെ ഓഫീസിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തി. 2 സംഘങ്ങളായി എത്തിയ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടതോടെ പ്രതിഷേധം ശക്തമായി. കുഞ്ഞാലിക്കുട്ടിയെ മാധ്യമപ്രവർത്തകർ കരിങ്കൊടി കാട്ടി. മുഖ്യമന്ത്രിയും പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞു. ഇന്ന് അവിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ന്യായീകരണവും ഞാൻ പറയുന്നില്ല. ഇന്ത്യ വിഷൻ ഓഫീസുകൾക്ക് നേരെയും മാധ്യമപ്രവർത്തകർക്ക് നേരെയും നടന്ന ആക്രമണങ്ങൾ ശക്തിയായി അപലപിക്കപ്പെടേണ്ടതാണ്. എന്താ ഇത് വെള്ളരിക്കാ പട്ടണോ? എന്താ ഇത് വെള്ളരിക്കാ പട്ടണോ? ആരാത്ത ഇന്നൊക്കെ നമ്മൾ മൂക്കിന് വലിക്കാൻ പോകുന്നു? ഇവർക്കൊക്കെ എന്തിന്റെ സോക്കടാണ്? ഇന്ത്യ വിഷന്റെ ആസ്ഥാനത്ത് എറണാകുളത്ത് അക്രമമുണ്ടായി. എനിക്ക് തോന്നുന്നു സംപ്രേഷണം തന്നെ സ്തംഭിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒടുവിൽ 2005 ജനുവരി 4 കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു. PK ഇബ്രാഹിം കുഞ്ഞ് വ്യവസായ മന്ത്രി. മന്ത്രിയായിരിക്കുമ്പോഴല്ലേ അവന്റെ തടയൽ,
മുസ്ലിം ലീഗ് പ്രവർത്തകനായിരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ യോഗത്തിലേക്ക് പോകാൻ വിനീതനായ എന്നാരും തടയുന്ന പ്രശ്നമില്ലല്ലോ. ഡിസംബർ 26 സുനാമി തിരകൾ ആഞ്ഞടിച്ചു. കേരളത്തിൽ 170 മരണം. മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങാൻ ആളില്ലാത്തവരുടെയും സംസ്കരിക്കാൻ ഇടമില്ലാത്തവരുടെയും കൂട്ടച്ചിത സ്രായിക്കാട് അഴീക്കൽ കടൽ തീരത്തെ തയ്യാറായി. കടലിനെ സാക്ഷി നിർത്തി 43 പേർ കൂട്ടച്ചിതകളിൽ എരിഞ്ഞപ്പോൾ നെയ്തുകൂട്ടിയ ഒട്ടേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇല്ലാതായത്. CPIM രാഷ്ട്രീയത്തിലെ നിർണായക വഴിത്തിരിവുകളിലൊന്നായിരുന്നു 2005 മലപ്പുറം സംസ്ഥാന സമ്മേളനം. 4ാം ലോക വിവാദത്തിൽ തുടങ്ങിയ ആശയ സംഘർഷം തുറന്ന വിഭാഗീയതയ്ക്ക് വഴിമാറി. സമ്മേളനത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പോടെ വിജയൻ മിന്നൽ പിണറായി. പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താലാണല്ലോ ഒരു പാർട്ടി നേതൃത്വത്തെ അവരുടെ അണികൾ ബഹുമാനിക്കുക. CPIM-ൽ VS അച്യുതാനന്ദൻ നയിച്ച യുദ്ധം അവസാനിച്ചു. പാർട്ടി വലതുപക്ഷ വ്യതിയാനത്തിൽ എന്ന അച്യുതാനന്ദന്റെ മുദ്രാവാക്യം സംസ്ഥാന സമ്മേളനം തിരസ്കരിച്ചു. ദേശാഭിമാനിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട MN വിജയൻ പാർട്ടിയുടെ ശത്രുപക്ഷത്തായി. പാർട്ടി ഉണ്ടാക്കുന്ന വാർത്ത മാത്രം വിറ്റാ മതി എന്ന് പറയുന്നത് വിൽപ്പനയുടെ ജനാധിപത്യ രീതിയല്ല. കളവിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും കളവിൽക്കാം. അങ്ങനെയാണ്. അതിൽ കുത്തകയൊന്നും അവകാശപ്പെടരുത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സോണിയാഗാന്ധിയോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ അവർക്ക് ചുറ്റും പ്രവർത്തിക്കുന്ന ഗുജറാത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നാട്ടിലെ അലുമിനിയം പട്ടേൽമാരുടെ മുമ്പിൽ നമ്മൾ ഒത്തുനടക്കുന്ന പ്രശ്നമില്ല. MLA-മാരെ അണിനിരത്തി ശക്തി കാട്ടിയും മേഖലാ റാലികൾ നടത്തിയും K. കരുണാകരൻ നടത്തിയ പോരാട്ടം കോൺഗ്രസിന് പിളർത്തി. സംഭവിക്കുമെന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒന്നും ഉണ്ടായില്ല. അങ്കമാലിയിലെ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകർ സാക്ഷി നിർത്തി പറയുന്നു, ഇനി ഒന്നും ഉണ്ടാകാനും പോകുന്നില്ല. 2005 മെയ് 1 പുതിയ പാർട്ടി രൂപീകരിച്ചു. നാഷണൽ കോൺഗ്രസ് ഇന്ദിര. നാഷണൽ കോൺഗ്രസ് ഇന്ദിര. നാഷണൽ കോൺഗ്രസ് ഇന്ദിര. K. കരുണാകരൻ കോൺഗ്രസ് പക്ഷത്തിനല്ലാതെ വോട്ട് ചെയ്തു എന്നതായിരുന്നു 2005 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. നല്ല ക്ലീൻ ഭംഗിയായി. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വൻ വിജയം നേടി. ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ VS അച്യുതാനന്ദന് പാർട്ടി സീറ്റ് നിഷേധിച്ചത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി. പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി. ഒടുവിൽ ടെലിവിഷനും ജനങ്ങൾക്ക് മുന്നിൽ പാർട്ടി വഴങ്ങി. So taking into account all the opinions expressed within our party and also some of the reactions in certain sections of people, we have decided that Comrade VS Achyutanandan should contest the elections. ഇതിനിടെ കരുണാകരന്റെ DIC-യെ വേണ്ടെന്ന് CPIM തീരുമാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് ലീഗിന്റെ മുൻകൈയിൽ UDF DIC ധാരണയുണ്ടാക്കിയത് അപഹാസ്യമായ മറ്റൊരധ്യായമായി. ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് TV ചാനലുകൾ തമ്മിലുള്ള യുദ്ധം കൂടിയായി മാറി. ഇന്ത്യ വിഷന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും ശരിയായി. AC നിൽസൺ ഇന്ത്യ വിഷൻ എക്സിറ്റ് പോൾ സർവേ 98% ശരിയാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനെ എക്സിറ്റ് പോൾ സ്വാധീനിച്ചെന്ന വിമർശനം UDF ഉയർത്തി. ആ എക്സിറ്റ് പോൾ നടത്തിയ ചാനൽ ഇന്നൊരു ന്യൂസ് ഫ്ലാഷ് ചെയ്തു. പക്ഷേ ഈ ചാനൽ എന്തിനീ വാർത്ത കൊടുക്കും? എവിടെ നമുക്ക് ഈ വാർത്ത കിട്ടും? ഭാരതത്തിന്റെ ഭരണഘടനയോട്
VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. വിമാനയാത്രാ വിവാദത്തിൽ PJ ജോസഫ് രാജിവെച്ചതായിരുന്നു സർക്കാരിന്റെ ആദ്യ തിരിച്ചടി. തിരുവമ്പാടിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ജോർജ് M. തോമസ് വിജയിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ മത്തായി ചാക്കോയുടെ ശവകുടീരത്തിലേക്ക് ഒഴുകിയെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. മൂന്നാറിൽ പാരിസ്ഥിതിക കയ്യേറ്റം നടക്കുന്നില്ലെന്ന് ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വവും വനം വകുപ്പും ആണയിടുന്നതിനിടയിൽ തന്നെയാണ് മൂന്നാറിനോട് ചേർന്നുള്ള നിബിഡ വനങ്ങളിൽ നിന്ന് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നത്. മൂന്നാറിൽ ഭൂമി ബലാത്കാരം ചെയ്യപ്പെട്ടുവെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിന് ലക്ഷ്മി എസ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ദൃഷ്ടാന്തം. മൂന്നാറിൽ ടാറ്റയും വൻകിടക്കാരും നടത്തിയ കയ്യേറ്റങ്ങൾ ഇന്ത്യ വിഷൻ തുറന്നു കാണിച്ചു. VS അച്യുതാനന്ദന്റെ മൂന്നാർ ദൗത്യം തുടങ്ങി. മൂന്നാർ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് CPIM വിഭാഗീയതയിൽ പുതിയ പോർമുഖം തുറന്നു. ടെലിവിഷൻ കാലത്തെ വിഭാഗീയത പുതിയ മാനങ്ങൾ കൈവരിച്ചു. നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള പൂച്ച കറുത്തതോ വെളുത്തതോ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. എലിയെ പിടിക്കുമെന്നാണ് നോക്കിയപ്പോൾ നല്ല പോലെ കുഞ്ഞെലികളെ വരെ പിടിക്കുകയാണ്. വലിയ എലികളോ ആദ്യം പിടിച്ചു കഴിഞ്ഞ്. ഈ നടപടികളാകെ പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായി, LDF തീരുമാനത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. പാർട്ടിയുടെ തീരുമാനം ഇല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും എന്ന് ധരിക്കുന്ന ഏതെങ്കിലും സുന്ദര വിഡ്ഢികൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരോട് നല്ല നമസ്കാരം പറയൽ മാത്രമേ മാർഗൂ. അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പ്രവൃത്തി കണ്ടപ്പോൾ അവരെ കുറ്റം പറയുന്നത് ബുദ്ധിയല്ലെന്ന് വീണ്ടും വിചാരം ഉണ്ടായിട്ട് ഇപ്പോൾ സുദൃഢമായ അഭിപ്രായം എല്ലാ രംഗങ്ങളിൽ നിന്നും വരുന്നു എന്നുള്ളത് സന്തോഷകരം തന്നെയാണ്. VS എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ സ്വത്തല്ലേ? ഈ പാർട്ടിയുടെ സ്വത്തല്ലേ അദ്ദേഹം? എങ്ങനെയാണ് നിങ്ങളുടെ ഒരാളായിട്ട് VS-നെ ചിത്രീകരിക്കുന്നത്? നിങ്ങൾ എന്തിന് VS-നെ ഹൈജാക്ക് ചെയ്യാൻ നോക്കുന്നു? അങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ കഴിയോ? സിൻഡിക്കേറ്റ് എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾ തന്നെ സിൻഡിക്കേറ്റിനെ ആശ്രയിക്കുക. ഇതല്ലാതെ എങ്ങനെയാണ് പിന്നെ ചാനലിലും പത്രത്തിലും വാർത്ത വരിക? അദ്ദേഹം ഉത്തരവാദപ്പെട്ട ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറെ കുറിച്ച് ഒരു സംശയകരമായ സാഹചര്യം പത്രക്കാരുടെ മുന്നിൽ ഉയർത്താൻ പാടില്ലായിരുന്നു. നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു പോകണമായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോവുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്. അതൊക്കെ സാധാരണ സാമാന്യ മര്യാദകളാണ്, നമ്മുടെ സഖാക്കൾ തമ്മിലുള്ള സാമാന്യ മര്യാദകളിൽ പെട്ടതാണ്. മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള നിലയിലുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്തതുകൊണ്ട് മാത്രം മാധ്യമ സിൻഡിക്കേറ്റ് ഇല്ലാതാവുന്നില്ല. മാധ്യമ സിൻഡിക്കേറ്റായിട്ട് നിലനിൽക്കുന്നു. VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും CPIM പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചെങ്ങറയിൽ ഹാരിസണിന്റെ ഭൂമി കയ്യേറി ദലിതർ നടത്തിയ സമരം സർക്കാരിന് അവഗണിക്കാനാകാത്ത നില വന്നു. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഞങ്ങളുടെ മണ്ണെണ്ണയായിട്ട് കരുതി, അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള യുവാക്കന്മാർ, അതുപോലെ ആ രീതിയിൽ തന്നെ ജീവൻ വരെ ബലി കഴിപ്പിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ. ഒന്നുകിൽ ഞങ്ങളുടെ ശവത്തിന്റെ മുകളിൽ ചവിട്ടി മാത്രമേ കേരള സർക്കാരിന് ഇതിന്റെ മുകളിൽ വിജയം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഭൂമിയുടെ രാഷ്ട്രീയം മുഖ്യധാരയിലേക്ക്. മൂലമ്പിള്ളിയിൽ കുടിയൊഴിപ്പിക്കാനായി നടത്തിയ ബലപ്രയോഗം ക്യാമറ ലോകത്തെ കാട്ടി. ഒരാഴ്ചക്ക് ഞങ്ങൾക്ക് ഔദ്യോഗിക ഞാൻ ഇത്രയും പാടില്ലാതിരുന്നു നിങ്ങളോട് യാചിക്കണേണ്. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, മാധ്യമ സുഹൃത്തുക്കളോട് സഹായിച്ചില്ലെങ്കിൽ തരക്കരുത്, പാരവെക്കരുത്. ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ നാട്ടുകാരെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോയിട്ടതാണ്. വികസനത്തെയും ഭൂമി കച്ചവടത്തെയും രണ്ടായി കണ്ടു മാധ്യമ ജാഗ്രത.
ഇടതുപക്ഷം എന്ന ഭരണപക്ഷം വികസനവാദികളായി. ഭൂമിയെ സംബന്ധിച്ചും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇന്ന് ഭൂമി തൊടാൻ പറ്റില്ല. വ്യവസായം ഭൂമിയിലല്ലാതെ തെങ്ങിനെ വണ്ടയിൽ ഉണ്ടാക്കാൻ പറ്റും. ഭൂമി സർക്കാരിന്റെ കൈവശമിരിക്കുമ്പോൾ തന്നെ 2005 മാർച്ചിൽ ജയശ്രീ കമ്പനി എസ്റ്റേറ്റ് ചലച്ചിത്ര നിർമ്മാതാവ് തേവി മനോ മാത്യുവിന് വിറ്റു. മെർക്കിസ്റ്റൺ എസ്റ്റേറ്റ് കൈമാറ്റം, SAT ആശുപത്രിയിലെ ശിശുമരണങ്ങൾ, ഇന്ത്യ വിഷൻ പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി. ഒന്നും രണ്ടുമല്ല 23 കുട്ടികളാണ് രക്തത്തിലെ അണുബാധ കാരണം SAT ആശുപത്രിയിൽ മരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഒന്നാകെ ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോട്ടയത്ത് നടന്ന സംസ്ഥാന സമ്മേളനം CPIM-ൽ പിണറായി വിജയന്റെ അപ്രമാദിത്വം ഉറപ്പിച്ചു. ആവേശം നല്ലതാണ്. ആ ആവേശം കമ്മ്യൂണിസ്റ്റുകാരന്റെ ആവേശമായിരിക്കണം. കള്ളുകുടിയന്റെ ആവേശമായിട്ട് മാറരുത്. അകത്തുള്ള കള്ളിന്റെ ആവേശമല്ല പുറത്തെടുക്കേണ്ടത്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ആവേശമാണ് വേണ്ടത്. എന്ത് അസംബന്ധവും കാണിക്കാന്നാണോ? എന്ത് അസംബന്ധവും കാണിക്കാനുള്ള വേദിയാണോ കമ്മ്യൂണിസ്റ്റുകാരന്റെ പൊതുയോഗസ്ഥലം? 2008 നവംബർ 26 മുംബൈയിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയുടെ മുറിവായി. അറുപത് മണിക്കൂർ തത്സമയ റിപ്പോർട്ടിംഗ് നടത്തി ടെലിവിഷൻ ചാനലുകൾ. ഇന്ന് 11:30 മണിയോടുകൂടിയാണ് താജിന് സമീപം താജിനുള്ളിൽ നിന്നുണ്ടായ ഇരട്ട സ്ഫോടനങ്ങളാണ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നത്. നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇത്തരത്തിലുള്ള സ്ഫോടനത്തിൻ്റെ ശബ്ദങ്ങളാണ് ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത്. കഴിഞ്ഞ 5 മണിക്കൂറുകളായി നിരന്തരം ഗ്രനേഡുകളും പൊട്ടുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ താജിൻ്റെ 1ാമത്തെ നിലയിലെ ഒരു മുറിയിൽ നിന്ന് അഗ്നിനാളങ്ങൾ പുറത്തേക്ക് വരുന്നതും കാണാമായിരുന്നു. ലാവ്ലിൻ കേസിൽ CBI പിണറായി വിജയനെ പ്രതി ചേർത്തതോടെ CPIM രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞു. നവകേരള മാർച്ച് ലാവ്ലിൻ വിശദീകരണ യോഗങ്ങളായി മാറി. ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കുക. അതിൽ നിന്ന് വേറിട്ട് ഒരു വ്യക്തിക്കും വല്ലാത്ത ശക്തി ഇല്ല എന്നത് തിരിച്ചറിയുന്നവരാണ് ഞങ്ങളെല്ലാവരും. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഗോർബച്ചേവുമാരുടെ ഉദയത്തോടെ ആ മഹാസമുദ്രം വറ്റി വരളാൻ ഇടയായി. പിന്നീട് അതിൽ നിന്ന് കോരുന്ന ബക്കറ്റ് വെള്ളത്തിന് മറ്റൊരു കഥയെ പറയാൻ കഴിയും. ഇത്തരം ഗോർബച്ചേവുമാരുടെ ദുഷ്ചെയ്തികൾ കാരണം നമ്മുടെ സമുദ്രങ്ങളും വറ്റി വരളാതിരിക്കാനുള്ള ജാഗ്രതയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും പുരോഗമന പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ നാസർ മദനിയുടെ PDP-യുമായി LDF ഉണ്ടാക്കിയ സഹകരണം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശ നിർണയിച്ചു. ഭീകരം വന്നിരിക്കുന്നു, അതാ വർഗീയവാദി വന്നിരിക്കുന്നു എന്നൊന്നും പറഞ്ഞ് CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നിരത്താൻ നോക്കണം. വോട്ട് ചെയ്യുന്നത് കോണിക്കാണെങ്കിൽ, വോട്ട് ചെയ്യുന്നത് കൈപ്പത്തിക്കാണെങ്കിൽ മാർഗനി സ്വർഗീയവാദിയാകുന്നതും മാർഗനി മതേതരവാദിയാകുന്നതും വോട്ട് ചെയ്യാൻ പറയുന്നത് അരിവാൾ സൃഷ്ടിക്കാണെങ്കിൽ അബ്ദുൽ നാസർ മാർഗനി ഭീകരവാദിയാകുന്നതും എങ്ങനെയാ മക്കളെ? മുന്നണിയിലെ ആഭ്യന്തര കുഴപ്പങ്ങളും LDF-ന് വിനയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPA ഭരണം നിലനിർത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് മികച്ച വിജയം നേടുന്നത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ദില്ലിയിലെ AICC ആസ്ഥാനത്തിന് മുന്നിലും സോണിയാഗാന്ധിയുടെ വസതിക്ക് മുന്നിലുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ബംഗാളിലും ഇടതിന് തിരിച്ചടി. CPM-ന്റെ PDP ബന്ധം ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണത്തിന് കാരണമാകുമെന്ന ആശങ്കയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് വിജയം മറുപടി നൽകുന്നുണ്ട്. ഒപ്പം മതസംഘടനകളുടെ പണി രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്ന പാഠം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം നൽകുന്ന മറ്റൊരു പാഠം. മംഗലാപുരം വിമാന ദുരന്തം ആദ്യം ലോകത്തെ അറിയിച്ചത് ഇന്ത്യ വിഷനാണ്. എന്റെ
ക്യാമറയ്ക്ക് ഏകദേശം എതിർവശത്തായിരിക്കുന്ന പ്രദേശത്ത് കൂടിയാണ് വിമാനം നിയന്ത്രണം വിട്ട് അല്ലെങ്കിൽ റൺവേയിൽ നിന്ന് തെന്നി മാറി ദിശ മാറി വിമാനം വന്നത്. ഈ പ്രദേശത്ത് നിന്ന് വിമാനം മലയുടെ താഴ്വാരത്ത് കൂടി ഇങ്ങനെ തെന്നി മാറി താഴോട്ട് വരികയായിരുന്നു. പുല്ലുമേട്, തേക്കടി, തട്ടേക്കാട് ദുരന്തഭൂമികളിൽ പതറി നിന്നില്ല. പൊതുമേഖലയിൽ എൻഡോസൾഫാൻ ഉൽപ്പാദിപ്പിച്ച് ഈ രാജ്യത്ത് യഥേഷ്ടം തെളിക്കുന്നവർ അറിയണം. ഈ വിഷത്തെ പേടിച്ച് ഗർഭഛിദ്രം നടത്തി ജീവിക്കുന്ന കാസർകോട്ടെ അമ്മമാരുടെ കഥ. എൻഡോസൾഫാൻ കീടനാശിനിക്കെതിരെ ഇന്ത്യ വിഷൻ നടത്തിയ ക്യാമ്പയിൻ ദൃശ്യമാധ്യമ ചരിത്രത്തിലെ വേറിട്ട ഏടാണ്. ജീവനാശിനിക്കെതിരായ ശക്തമായ പൊതുബോധ നിർമ്മിതിക്ക് ഈ ഇടപെടൽ വഴിവെച്ചു. രോഗം മാറ്റാൻ വേണ്ടിയല്ല, ജീവിതം നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള മരുന്നുകൾക്കും ചികിത്സകൾക്കുമായാണ് കാസർഗോഡ് നിന്നുള്ള വിലാപങ്ങൾ. സൗജന്യ ചികിത്സാ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം ഈ ജീവിതങ്ങൾക്ക് വില കൽപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. കാസർഗോഡിന് പുറമെ പാലക്കാട്ടും ഇടുക്കിയിലും വിഷമഴ പെയ്യുന്നത് ലോകത്തോട് പറഞ്ഞു. കറിവേപ്പില പോലും അന്യനാടുകളിൽ നിന്നെത്തുന്നത് വിഷത്തിൽ മുങ്ങിയാണെന്നതിന് ഈ ദൃശ്യങ്ങൾ സാക്ഷി. പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പച്ചക്കറി തോട്ടങ്ങളിലെ എൻഡോസൾഫാൻ പ്രയോഗം. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവരുടെ ആശങ്കയല്ല. മുരളീധരന്റെ NCP പരീക്ഷണത്തോട് യോജിക്കാനാകാതെ കോൺഗ്രസിൽ തിരിച്ചെത്തിയ കെ കരുണാകരൻ കോൺഗ്രസുകാരനായി തന്നെ വിടവാങ്ങി. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികൾ പോലും ലീഡർ എന്ന് വിളിച്ചിരുന്ന ഒരേ ഒരാൾ ഇവിടെ ഓർമ്മയാകുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിന്റെ പരിസമാപ്തി. മുരളിയും ഒടുവിൽ പാർട്ടിയിൽ തിരികെ എത്തി. കേരളീയ സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന വ്യക്തമാർന്ന വെളിപ്പെടുത്തലുകളാണ് ഐസ്ക്രീം കേസിൽ ഇന്ന് ഇന്ത്യ വിഷനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഐസ്ക്രീം പാർലർ കേസ് അന്വേഷണ വേളയിലും കോടതിയിലെത്തിയപ്പോഴും അട്ടിമറിക്കപ്പെട്ടു എന്ന ഇന്ത്യ വിഷൻ വെളിപ്പെടുത്തൽ വാർത്താ വിസ്ഫോടനമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളെ തന്നെ മാറ്റിമറിച്ചു ഈ എക്സ്ക്ലൂസീവ്. രാഷ്ട്രീയ കേരളം പ്രക്ഷുബ്ധമായി. ഡെമോക്രസിയിൽ പൗരൻ്റെ ഒരു ലാസ്റ്റ് റെഫ്യൂജാണ് കോടതി എന്ന് വെച്ചാൽ. ആ കോടതിയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കാനുള്ള ഒരു ഭാഗമായിട്ട് വേണം ഇതിനെ കണക്കാക്കാനായിട്ട്. അതിന് ഈ മാധ്യമങ്ങളെ ഒരിക്കലും കൂട്ടുനിൽക്കരുത്. കോഴിക്കോട് സെഷൻസ് കോടതിയിൽ 7 കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പ്രതികൾ ചെയ്ത കൃത്യത്തോടൊപ്പം പരാമർശിക്കപ്പെട്ടിരുന്നു. ആ കേസ് അട്ടിമറിക്കപ്പെട്ടത് കോഴിക്കോട് കോടതിയിലെ ജഡ്ജിയെയും പ്രോസിക്യൂട്ടറെയും മാറ്റിക്കൊണ്ടാണ്. ആ വിധി പുറപ്പെടുവിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ. താങ്കൾ പുറപ്പെടുവിച്ച വിധിയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. കോഴിക്കോട് കോടതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് പ്രോസിക്യൂട്ടറെയും ജഡ്ജിയെയും മാറ്റിയത് താങ്കളുടെ ഉത്തരവിലൂടെയാണ്. അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? എന്റെ ഉത്തരവിലാണ് പ്രോസിക്യൂട്ടറെ മാറ്റിയതെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പ്രോസിക്യൂട്ടറെ മാറ്റാനുണ്ടായ കാരണം എന്തായിരിക്കാം? അന്ന് ഉന്നയിച്ച കാരണങ്ങൾ കൊണ്ടാണ് പ്രോസിക്യൂട്ടറെ മാറ്റണമെങ്കിൽ മാറ്റിക്കൊള്ളാൻ പറഞ്ഞത്. ജസ്റ്റിസ് സുധീറിന്റെ കോടതിയിൽ നിന്ന് ഈ കേസ് മാറ്റാനുള്ള കാരണം എന്തായിരുന്നു? പ്രതികൾക്ക് കിട്ടുന്നതായ ഒരു ആനുകൂല്യം കിട്ടാത്തത് കൊണ്ടാണ് മാറ്റണമെന്നത് മാറ്റിക്കൊള്ളാനായിട്ട് ഞാൻ വിധി കൊടുത്തത്. ഇന്ത്യ വിഷൻ തന്നെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പ്രഖ്യാപിച്ചു 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ്. സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഫലപ്രഖ്യാപന വേളയെ എത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഘടനാപരമായും ശക്തമായ ഒരു മുന്നണി 72 സീറ്റിൽ ഒതുങ്ങിപ്പോയെങ്കിൽ അതിനെ ഒരു പരാജയം കൂടിയായി വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റുണ്ടോ? ഫോട്ടോ ഫിനിഷിൽ വിധി നിർണ്ണയിക്കപ്പെട്ട ഒരു ഓട്ട മത്സരം പോലെയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ചെറിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിലെത്തിയെങ്കിലും UDF-ന് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നതല്ല ഈ വിജയം.
ടൈറ്റാനിയം അഴിമതി പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ. അനധികൃത മരുന്ന് പരീക്ഷണങ്ങളുടെ അധാർമികത വ്യക്തമാക്കിയ റിപ്പോർട്ടിംഗ്. അങ്ങനെ തുടരുന്ന ദൃശ്യജാഗ്രത. 23 വർഷം കൊണ്ട് മലബാറിൽ നിന്നും, പ്രത്യേകിച്ച് മലപ്പുറത്തു നിന്നും ഒരുപാട് സ്വപ്നങ്ങളുമായി മൈസൂരിലെത്തിയത് 10,000-ലധികം പെൺകുട്ടികളാണ്. ഇവരിൽ ചിലർ വീട് വിട്ടോടി. നിരവധി പേർ ആത്മഹത്യയിൽ അഭയം തേടി. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ കൊന്നുതള്ളി. ആട്ടുംകൂട്ടിൽ വരെ കടത്തിനത്ര അമ്മായിമാരുടെ കഷ്ടം കൊടുത്തിട്ട് ഭർത്താവും അവരെല്ലാം അടിച്ചിട്ട്. വിളപ്പിൽശാല മാലിന്യ പ്ലാന്റിനെതിരെയുള്ള ജനങ്ങളുടെ സമരം. ടി.പി. ചന്ദ്രശേഖരന്റെ ദാരുണമായ കൊലപാതകം. വാർത്തകൾക്ക് നിലപാടുകളുടെ കരുത്തുണ്ടായിരുന്നു. അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ വാർത്ത ലോകത്തോട് പറഞ്ഞത് ഇന്ത്യ വിഷനാണ്. അതീവ രഹസ്യമായി അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ കാര്യം രാജ്യത്താദ്യം പ്രേക്ഷകരിലെത്തിച്ചത് ഇന്ത്യ വിഷനാണ്. ആരോഗ്യനില അതീവ ഗുരുതരമായി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ ജനവികാരം രൂപപ്പെട്ടപ്പോൾ ക്യാമറ അങ്ങോട്ട് തിരിച്ചുവച്ചു. പ്രക്ഷോഭത്തിനിടെ പോലീസുകാരൻ മരിച്ചത് മർദ്ദനമേറ്റല്ല എന്നതിന്റെ തെളിവ് ഇന്ത്യ വിഷന്റെ ഈ ദൃശ്യങ്ങളായിരുന്നു. ജീവിതത്തിന്റെ വർണ്ണങ്ങളെയും ആഘോഷങ്ങളെയും ക്യാമറ പിന്തുടർന്നു. ഈ നാടിനും ഇതുവഴി പുതിയ ഉയരങ്ങളിലേക്ക് നടന്നുപോയ കുരുന്നുകൾക്കും ഇന്ത്യ വിഷന്റെ ആദരം. പുതിയ കാഴ്ചപ്പുറങ്ങൾ തേടി ഇനി പാലക്കാടിന്റെ മണ്ണിൽ. മലപ്പുറത്ത് നിന്നും ടീം ഇന്ത്യ വിഷൻ. കലയുടെയും എഴുത്തിന്റെയും പുതുവഴികൾ തേടി. 굉장히 좋은 것 같아요. 특히 물론 고아 영화제를 왔지만 영화제도 중요하고 그렇지만 일단은 문바이부터 고아까지 오는데 이 사람들의 모습에서 കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ കേരളീയ ജീവിതാനുഭവങ്ങളുടെ ചരിത്രമാണ് ഇന്ത്യ വിഷന്റെയും ചരിത്രം. പത്താണ്ടുകൾക്കിപ്പുറം ദൃശ്യവാർത്താ ലോകം കൂടുതൽ ബഹുസ്വരമാണ്. വാർത്തയുടെ ജനാധിപത്യവൽക്കരണം സാധ്യമായി കഴിഞ്ഞു. സെൻസേഷണലിസത്തിന്റെയും പക്വതക്കുറവിന്റെയും പാളിച്ചകൾക്കും ഉദാഹരണങ്ങളുണ്ട്. നിരന്തരം പുനർനവീകരിച്ച് ഈ വാർത്താ സംസ്കാരത്തിന്റെ മുന്നോട്ടുപോക്ക് സാധ്യമാകൂ. മാറ്റത്തിന്റെ മുൻനിരയിൽ ഞങ്ങളുണ്ടാകും, കണ്ണിമ ചിമ്മാത്ത ദൃശ്യജാഗ്രതയോടെ.